മലപ്പുറം ആദവനാട് കോറിയിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ലോറിയിൽ കുടുങ്ങിയ സെയിൽസ്മാൻ മുസ്തഫയ്ക്ക് ദാരുണാന്ത്യം. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ശാന്തകുമാർ ചേരുന്നു. ശാന്തകുമാർ, വിവരങ്ങൾ എന്തൊക്കെ? ദാരുണമായ ഒരു സംഭവമാണ്. ശാന്തകുമാർ അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ചേരും. കുറച്ച് സമയം മുൻപാണ് ഈ ക്രെയിൻ അല്പമെങ്കിലും ഉയർത്തി ആ മൃതശരീരം പുറത്തെടുക്കാനായത്. ആദവനാട് കോറിയിലെ വെള്ളക്കെട്ടിലേക്കാണ് ലോറി മറിഞ്ഞത്. സെയിൽസ്മാൻ മുസ്തഫ, അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയം മുൻപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം. ശാന്തകുമാർ, പറയൂ, വിവരങ്ങൾ എന്തൊക്കെ? അനന്ത, ഇന്ന് ഏറെ ദാരുണമായ സംഭവം തന്നെയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ അപകടമുണ്ടാവുന്നത്. ആദവനാട് ആണ് ഈ അപകടമുണ്ടാവുന്നത്. അവിടെ പൊതുമരാമത്ത് റോഡിന് സമീപത്തുള്ള ഒരു വലിയ കോറിയുടെ വെള്ളക്കെട്ടിലേക്കാണ് ഈ ലോറി മറിയുന്നത്. അത് ഈ ലോറിയുടെ നിയന്ത്രണം വിട്ടാണ് ഈ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ സമയത്ത് ലോറിയിൽ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ഡ്രൈവറും ഒപ്പം തന്നെ ഈ വാഹനത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് വാഹനം. അതിലെ സെയിൽസ്മാൻ ആയിട്ടുള്ള മുസ്തഫയുമാണ് ഉണ്ടായിരുന്നത്. ഈ ഡ്രൈവർ ജാഫറിനെ അപ്പോൾ തന്നെ നാട്ടുകാർ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ മുസ്തഫ ആ വാഹനത്തിനകത്ത് കുടുങ്ങുകയായിരുന്നു. ഏകദേശം 60 അടിയോളം താഴ്ചയുള്ള ഒരു വെള്ളക്കെട്ടിലേക്കാണ് വീണത്. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇവ കണ്ടെത്തുന്നതിനുള്ള ഏറെ ശ്രമകരമായിരുന്നു. പിന്നീട് ഇത് ഉയർത്തുന്നതിനാവശ്യമായ ക്രെയിനെല്ലാം എത്തിക്കാൻ ഏറെ സമയമെടുത്തതിന് ശേഷമാണ് പിന്നീട് വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയാണ് ഈ ലോറി അല്പമെങ്കിലും പൊക്കാൻ കഴിഞ്ഞത്. തുടർന്നാണ് ഈ ലോറിക്കുള്ളിൽ നിന്നും ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നിരുന്നത്. അപകടമില്ലാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ കൂടുതൽ സമയം, ഏകദേശം 7 മണിക്കൂറിന് ശേഷമാണ് ഈ ലോറി ഉയർത്താനായത് എന്നുകൊണ്ട് തന്നെ ആളുടെ മൃതദേഹമാണ് ലോറിക്കകത്തു നിന്നും നമുക്ക് ലഭിച്ചത് എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. ഏറെ പ്രയാസപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ട് തന്നെയായിരുന്നു ഇതിന് ആവശ്യമായ നടപടികളിലേക്ക് എല്ലാം പോയത്. കാരണം അത്രയധികം പ്രതിസന്ധി നേരിട്ട് കൊണ്ടുള്ള ഒരു ഇടം തന്നെയായിരുന്നു ആ വെള്ളക്കെട്ടും അതുപോലെ ആ കോറിയും എല്ലാം ഉണ്ടായിരുന്നത്. അവിടേക്ക് വാഹനം എത്തിക്കുന്നതിനും ഒപ്പം തന്നെ ഇവയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങളെല്ലാം എത്തിക്കുന്നതിനും ഏറെ ശ്രമകരമായിരുന്നു. അവയെല്ലാം വേറെ പണിപ്പെട്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സും അവിടേക്ക് എത്തിച്ചത്. അതാണ് അവസാനം ഒരു ലക്ഷ്യം കാണാൻ, അല്ലെങ്കിൽ ഒരു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ ഖേദകരമായ സംഭവം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും മുസ്തഫയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ, ഈ മലപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ സെയിൽസ്മാനാണ്. ഏകദേശം ഈ 30 വർഷത്തോളം അവിടെ ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടാവുകയും അത് ഒരു മരണത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ആനന്ദ്, ശരി. ശാന്തകുമാർ പറഞ്ഞതുപോലെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഇതിൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കാനില്ല.